ബി പി നോക്കുമ്പോൾ കൈ എപ്പോഴും ഹൃദയത്തിന്റെ അതേ ലെവലിൽ വെക്കണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു വെറും ചിട്ടയല്ല, പക്ക ഫിസിക്സ് ആണ്. ഫസ്റ്റ് ഇയർ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പലരും വരുത്തുന്ന വലിയൊരു തെറ്റാണിത്. രോഗിയുടെ കൈ കട്ടിലിൽ താഴ്ത്തിയിടുമ്പോഴോ അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുമ്പോഴോ ബി പി നോക്കും. റീഡിംഗ് കിട്ടിയാൽ മാത്രം മതി എന്നാകും പലരുടെയും ചിന്ത. എന്നാൽ കൈയുടെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ബി പി റീഡിംഗിൽ വലിയ വ്യത്യാസം വരുമെന്ന കാര്യം പല വിദ്യാർത്ഥികളും മറന്നു പോകുന്നുണ്ട്. ഇതിന് പിന്നിലെ ലോജിക് വളരെ സിമ്പിൾ ആണ്. ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണം. നിങ്ങൾ ബി പി നോക്കുമ്പോൾ കൈ ഹൃദയത്തെക്കാൾ താഴെയാണെങ്കിൽ രക്തം താഴേക്ക് ഒഴുകാൻ കൂടുതൽ പ്രഷർ ചെലുത്തും. അപ്പോൾ ബി പി യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് കാണിക്കും. നേരെ മറിച്ച് കൈ ഹൃദയത്തിന് മുകളിലേക്കാണെങ്കിൽ ഗ്രാവിറ്റിക്കെതിരെ രക്തം പമ്പ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ബി പി കുറവായും കാണിക്കും. അതുകൊണ്ട് കൃത്യമായ റീഡിംഗ് കിട്ടാൻ കഫ് എപ്പോഴും ലെവൽ ഓഫ് ഹാർട്ടിൽ തന്നെ വെക്കണം. ഇതൊരു ചെറിയ കാര്യമല്ല. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് തെറ്റായ ഒരു ബി പി റീഡിംഗ് ചാർട്ടിൽ എഴുതിയാൽ അത് കണ്ട് ഡോക്ടർ മേ ബി രോഗിക്ക് പ്രഷറിനുള്ള മരുന്ന് അനാവശ്യമായി തുടങ്ങാൻ ചാൻസ് ഉണ്ട്. യഥാർത്ഥത്തിൽ രോഗിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു നഴ്സിന്റെ ആക്യുറസി ഇവിടെയാണ് വേണ്ടത്. ഇതുപോലെ തന്നെ ബി പി കഫ് കെട്ടുമ്പോൾ വല്ലാതെ ടൈറ്റ് ആയാലോ അല്ലെങ്കിൽ ലൂസ് ആയാലോ റീഡിംഗിൽ എന്ത് മാറ്റമാണ് വരുന്നത്? ഇതിനും കൃത്യമായ ഒരു സയന്റിഫിക് ലോജിക് ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതുപോലെ നഴ്സിംഗ് സബ്ജക്ട് സിമ്പിൾ ആയി മനസ്സിലാക്കി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നഴ്സിംഗ് എന്ന് കമന്റ് ചെയ്യും.